400 സീറ്റ് വരെ നേടി വീണ്ടും അധികാരത്തിൽ എത്തും എന്ന് വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന ബി.ജെ.പിയുടെ കാര്യം നേരത്തെ ഉണ്ടായിരുന്ന അത്രയും എളുപ്പമല്ല എന്ന് തെളിയിക്കുന്ന പല വാർത്തകളുമാണ് ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ കാണുന്നത് വോട്ട് ചോദിക്കാൻ ഒരു ഗ്രാമത്തിലെത്തിയ ബി.ജെ.പി നേതാക്കളെ ഗ്രാമീണർ ആട്ടിയോടിക്കുന്ന വീഡിയോയാണ്. ആദ്യം നിങ്ങൾ വീഡിയോ കാണൂ. അടിമുടി അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ബി.ജെ.പിക്ക് ഇലക്ഷൻ അടുക്കുമ്പോഴേക്കും കാര്യമായ നേട്ടങ്ങളൊന്നും പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, സർവ്വ മേഖലയിലും പരാജയം മാത്രമാണ്. കഴിഞ്ഞ 70 വർഷം കൊണ്ട് കോൺഗ്രസ് എന്ത് നേട്ടമാണ് രാജ്യത്തിന് നേടിക്കൊടുത്തത് എന്ന് ചോദിച്ച് അധികാരത്തിലെത്തിയ ബി.ജെ.പി ഇന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ അത്രയും ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ് എന്ന് ജനം തിരിച്ചു പറഞ്ഞു തുടങ്ങി. സ്വിസ് ബാങ്കിലുള്ള ഇന്ത്യക്കാരുടെ കള്ളപ്പണം തിരിച്ചു കൊണ്ടുവരുമെന്ന് ഓരോ ഇന്ത്യക്കാരനും 15 ലക്ഷം രൂപ ബാങ്കിലിട്ട് തരുമെന്നും പറഞ്ഞ് ഇപ്പോൾ ഇന്ത്യയിലെ SBI ബാങ്കിലെ കള്ളപ്പണത്തിൻ്റെ കണക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബി.ജെ.പി. നോട്ട് നിരോധിക്കുന്ന കാലത്ത് 50 രൂപയ്ക്ക് പെട്രോൾ നൽകുമെന്ന് പറഞ്ഞ് ഇപ്പോൾ 50 രൂപയ്ക്ക് അര ലിറ്റർ പെട്രോൾ പോലും കിട്ടാത്ത അവസ്ഥയാണ്. കാര്യമായ ഭരണ നേട്ടങ്ങൾ ഒന്നും തന്നെ പറയാൻ ഇല്ലാതായപ്പോൾ പള്ളിയുടെയും ക്ഷേത്രത്തിൻ്റെയും ഹിന്ദുവിൻ്റെയും മുസൽമാൻ്റെയും പേര് പറഞ്ഞ് ജനങ്ങളെ വിഘടിപ്പിച്ച് നിർത്തി വീണ്ടും അധികാരത്തിൽ തിരിച്ചെത്താനുള്ള കുറുക്കുവഴിയാണ് ബി.ജെ.പി നോക്കുന്നത്. പക്ഷേ ഇതൊക്കെ ഉത്തരേന്ത്യൻ ഗ്രാമീണർ പോലും മനസ്സിലാക്കി എന്നാണ് ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തെ പോലും ഗ്രാമീണർ ആട്ടിയോടിക്കുന്നത് കാണുന്നതിൽ നിന്നും മനസ്സിലാകുന്നത്. നന്ദി, നമസ്കാരം.